ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സൂപ്പർ ബച്ചാറെ ലോസിയുടെ 1/6 സ്കെയിൽ RC കാറാണ്. എന്നാൽ അതിൻ്റെ ചാസിയാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ, ഇതിൽ ചാസി ഇല്ല ഗൈസ്, എല്ലാം നമ്മളടിച്ച് ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ RC കാർസിന് എപ്പോഴും മെയിൻ്റെനൻസ് അത്യാവശ്യമാണ്. അപ്പോൾ മെയിൻ്റെനൻസിന് വേണ്ടി നമ്മൾ അടിച്ച് റെഡിയാക്കാൻ വേണ്ടി വെച്ചതാണ്. ഒരു സൈ വെച്ചിട്ട് മടി കാരണം ഇങ്ങനെ ഇരുന്നാണ്. പിന്നെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ ഒരു RC കാർ വാങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നല്ലപോലെ ചെളിയിലിട്ടും അതുപോലെ തന്നെ മഴയത്തും അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ളവരുടെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. ഷോക്കേസിൽ വെച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യമല്ല. അങ്ങനെ RC കാർ വാങ്ങിച്ച് വെച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ RC കാർസ് എപ്പോഴെങ്കിലും, അതായത് ഒരു 3 മാസം കൂടുമ്പോഴോ അങ്ങനെ ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഇപ്പോൾ ഇത് കണ്ടോ, റസ്റ്റ് തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഓരോ കമ്പിയിലും അതുപോലെ തന്നെ ഓരോ സ്ക്രൂസിലും അവിടെ ഇവിടെ കണ്ടോ ഇവിടെയൊക്കെ തുരുമ്പ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഈ WD-40 ഉപയോഗിച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, നമ്മൾ നൈസായിട്ട് കണ്ടോ അവിടെ ഇങ്ങനെ അടിയും. എന്നിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് പല്ലേക്കുന്ന ബ്രഷ് കേട്ടോ, കിട്ടിയില്ല, പവറാണ് പല്ലേക്കുന്ന ബ്രഷിന്. അപ്പോൾ അത് കാരണം നമ്മളത് യൂസ് ചെയ്ത് അങ്ങനെ നമ്മളത് സെറ്റ് ചെയ്ത് തുരുമ്പൊക്കെ അങ്ങ് കളയുക. ഓക്കെ, അപ്പം അങ്ങനെ എല്ലാ സ്ഥലത്തും തുരുമ്പുള്ള സ്ഥലത്തൊക്കെ WD-40 ഉപയോഗിച്ചിട്ട് നമ്മളത് ക്ലീൻ ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ വേറെ കാര്യങ്ങളും യൂസ് ചെയ്യാം തുരുമ്പ് കളയാനായിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്യാം. പിന്നെ രണ്ടാമത് വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ. ഇത് 4 ഓയിൽ സസ്പെൻഷനാണെന്ന് നിങ്ങൾക്കറിയാം. RC കാർസിൻ്റെ അത്യാവശ്യം ബഡ്ജറ്റ് നല്ല വില കൂടിയ RC കാർസിൻ്റെ എല്ലാ സസ്പെൻഷനും ഓയിൽ സസ്പെൻഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓയിൽ ലീക്ക് കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. ഇതിൽ ലീക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓയിലൊക്കെ കാണാൻ പറ്റും. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇതിന് ലീക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് മാറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഓയിൽ സീല് കാര്യങ്ങളൊക്കെ മാറ്റണം. ഓക്കെ, അപ്പോൾ ഓയിൽ സീൽ മാറ്റി കഴിഞ്ഞാൽ ഇതിൻ്റെ ഓയിൽ ഫില്ല് ചെയ്യാൻ കൂടി വേണം. ആ ഓയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങണം. ഓക്കെ, RC കാർസിന് ഇതിനകത്ത് ഇടുന്ന ഓയിൽ ഗ്രേഡൊക്കെ വ്യത്യാസമുണ്ടോ? ഓക്കെ, അപ്പോൾ RCയുടെ ഓയിൽ തന്നെ നമുക്ക് കിട്ടും വാങ്ങാനായിട്ട്. അത് നിങ്ങൾക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലും അങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽ, ബാക്ക് ഡിഫറൻഷ്യലും ഫ്രണ്ട് ഡിഫും ഉണ്ട്. അപ്പോൾ അതിൽ ഡിഫ് ഓയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കമ്പനി വരുന്ന ഓയിൽ അത്യാവശ്യം ഗ്രേഡ് കുറവായിരിക്കും. ചിലപ്പോൾ നമുക്കത് ഗ്രേഡ് കൂട്ടി സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഞാൻ ഡിഫ് ഓയിൽ മാറുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് എന്തായാലും കാണിച്ചു തരാം. ഓക്കെ, ഇത് വാങ്ങിച്ചത് അധികം ആയിട്ടില്ല. ഇത് നിങ്ങൾക്കറിയാം, ഇത് വാങ്ങിച്ചതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. കുറച്ച് മാസങ്ങളായിട്ടുള്ളൂ. ഒരു 1 ഇയർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കതൊക്കെ ചെയ്യാൻ പതിയാം. പിന്നെ നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇതിന് ഓരോ ബെയറിങ്സ് ഉണ്ട്. ഇപ്പോൾ ചെളിയിലിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എൻഡിലും അതുപോലെ തന്നെ ഈ ഒരു ഷാഫ്റ്റിലും ഒക്കെ ഓരോരോ ബെയറിങ്സ് വന്നിട്ടുണ്ടാവും. സെൻറ്റർ ഷാഫ്റ്റ് ഫ്രണ്ടിലൊക്കെ ഓരോ ബെയറിങ്സ് ഉണ്ട്. അത് ചെളി കയറി സ്റ്റക്കായി കഴിഞ്ഞാൽ നമ്മളത് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒരു ബേസിക് എന്തായാലും വേണ്ട, RC കാറിന് വേണ്ട മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എപ്പോഴും നല്ലപോലെ വണ്ടി ബാഷ് ചെയ്ത് ചെളിയിലൊക്കെ ഇട്ട് ഓടിക്കുന്നതോടൊപ്പം തന്നെ നമ്മളത് നന്നായിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ആക്കി വെക്കാൻ സൂക്ഷിക്കുക. RC കാർ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ബാഷ് ചെയ്ത് ഡാമേജ് ആക്കി കളയാം. അതിന് പ്രത്യേകിച്ച് കഴിവോ കാര്യങ്ങളൊന്നും വേണ്ട. എങ്ങനെ വേണമെങ്കിലും RC കാർ നമുക്ക് നശിപ്പിക്കാം. പക്ഷേ അത് എങ്ങനെ നന്നായിട്ട് സൂക്ഷിക്കുന്നു, നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അതും കൂടെ നമ്മൾ പഠിക്കണം. അല്ലെങ്കിൽ അത് നമ്മൾ ചെയ്യണം. നന്നായിട്ട് തന്നെ അത് കീപ്പ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ എല്ലാ RC കാർസും അത്യാവശ്യം ഓടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ക്ലീൻ ചെയ്ത് വെക്കും. ഓക്കെ, പിന്നെ നമ്മുടെ ജീപ്പ് കൊടുത്തു എന്ന് ചോദിക്കുന്നവരോട്, നമ്മുടെ ജീപ്പ് ഇവിടെ ഇരിക്കുന്നുണ്ട്, ബെൻസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഒക്കെ സ്റ്റേറ്റസ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതുവരെ ഓടിച്ചിട്ടില്ല. ഗൈസ്, അപ്പോൾ അതൊക്കെയാണ് മെയിൻലി പറയാനുള്ളത്. പിന്നെ RC കാർസിൻ്റെ അടിച്ചു പോകാനുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇതിൻ്റെ ഹാർട്ട് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം, ESC ആണ് ഗൈസ്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫാനൊക്കെ ഊരി നമ്മൾ ഇതിൻ്റെ ചെളികളൊക്കെ ഒന്ന് തുടച്ചൊന്ന് സെറ്റാക്കും. ഇനി കുറച്ച് നാൾ ചെളിയിൽ ഇറക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുക. കാരണം മെയിൻ്റെനൻസ് ചെയ്യാൻ വയ്യ ഗൈസ്, ക്ലീനാക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് റോട്ടിൽ കൂടെ ഒക്കെ ഓടിച്ചു കഴിഞ്ഞാൽ ഇത്രയും സീൻ ഉണ്ടാവില്ല. കാരണം തുരുമ്പ് കാര്യങ്ങളൊക്കെ അധികം ഒഴിവായി കിട്ടും. ഈ വെള്ളത്തിൽ ഓടിക്കുമ്പോഴാണ് ഏറ്റവും ഭയങ്കര സീൻ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ESC ഇത് ഫസ്റ്റ് ഡേ തന്നെ ചിലപ്പോൾ അടിച്ചു പോകാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. കാരണം നമ്മുടെ ബ്ലാക്ക് മോൺസ്റ്റർ ട്രക്ക്, നമ്മുടെ സെൻ കൊളോസസ് നിങ്ങൾക്കറിയാം, അത് വന്ന് ഞാൻ എൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായി. അത് കൊണ്ടുവന്ന് 2ാം ദിവസം തന്നെ അതിൻ്റെ ഈ ESC അടിച്ചുപോയി. ഈ സെയിം ESCയിൽ ഇതിൽ വില കുറവാണ്. ESC 8S ESC ആണ്. 160 ആമ്പിൻ്റെ ഡൈനാമറ്റ്
സെറ്റപ്പ് ESC ആണ് ഗൈസ്. അപ്പോൾ അതിന് വില കൂടുതലാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു 20,000-30,000 അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുള്ളൂ. അത് കറക്റ്റായിട്ട് ഞാൻ നോക്കിയിട്ട് പറയാം. അതുപോലെ തന്നെ ഈ മോട്ടർ അത്യാവശ്യം ഹെവിയാണ്. മോട്ടറൊക്കെ കത്തിപ്പോകാൻ ചാൻസ് കുറവാണ്. മോട്ടറൊന്നും അങ്ങനെ അധികം പെട്ടെന്ന് ഡാമേജ് വരത്തില്ല. ESC ആണ് മെയിൻ സീനാവുന്നത്. പിന്നെ അതുപോലെ തന്നെ സെർവോയ്ക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഈ 1/6 സൈസ് വണ്ടി ആയതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത്. ചെറിയ വണ്ടികൾക്ക് അത്ര ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ESC നിങ്ങളിപ്പോൾ ഒരു പുതിയ കാറ് വാങ്ങുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഇപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞ് ESC അടിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയ സ്ഥലത്തുള്ള ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് ESC വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അടിച്ചു പോകാം. അപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എന്താ പറയുക, കമ്പനി ഡയറക്റ്റ് അവിടെ അമേരിക്കയിലൊക്കെ പോയി നേരിട്ട് വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു വാറൻറ്റിയൊക്കെ തരുമായിരിക്കും. ഇന്ത്യയിൽ നിന്ന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ വാറൻറ്റി ഒന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ദുബായിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ വാറൻറ്റി ഉണ്ടാവില്ല ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ മെയിൻലി പറയാനുള്ളത്. ക്ലീനാക്കി വണ്ടി സൂക്ഷിക്കുക. അപ്പോൾ നമ്മളിത് അഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, കണ്ടോ അത്യാവശ്യം ചെളിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ചെളിയുണ്ട്, ഇവിടെയൊക്കെ ചെളിയുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ഒന്ന് സെറ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അതേ പുല്ല് കണ്ടോ മൊത്തം വെള്ളം ഒഴിച്ചൊന്ന് വാഷ് ചെയ്യണം. എന്നിട്ട് WD-40 ഇട്ടൊന്ന് കുട്ടപ്പനാക്കണം ഇവനെ. ഓക്കെ, അതാണ് നമ്മുടെ നെക്സ്റ്റ് ടാസ്ക്. അപ്പോൾ ഞാൻ ഇവനെ ക്ലീനാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിപ്പോൾ വരാം. ഓക്കെ, ഒന്ന് ക്ലീനാക്കി ഒന്ന് സെറ്റ് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ഒരു കോലം ക്ലീനാക്കി കഴിഞ്ഞിട്ടുള്ള കോലം നിങ്ങൾക്ക് കാണാൻ പറ്റും ഗൈസ്. നമ്മൾ അങ്ങനെ വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം ഡസ്റ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ കണ്ടല്ലോ ഇപ്പോഴും ചെളിയുള്ള പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കളയണമെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ട് WD-40 ഇതിങ്ങനെ അടിക്കുക. എന്നിട്ട് നൈസായിട്ട് ഈ ബ്രഷ് കൊണ്ട് ഫുള്ള് അങ്ങോട്ട് തുടയ്ക്കുക. അപ്പോൾ അധികം തുണിയെടുത്തിട്ട് നമ്മളിങ്ങനെ നൈസായിട്ട് തുടയ്ക്കുക. കണ്ടോ ഇത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് എത്ര ക്ലീനാണിത്. അപ്പോൾ WD-40 കൊണ്ട് നമുക്കിത് ഇത്രയും ക്ലീൻ ആക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാർട്സിൻ്റെ കളർ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ ഇതും നമുക്കിപ്പോൾ WD-40 ജസ്റ്റ് അടിച്ചിട്ട് ഈ പറഞ്ഞ പോലെ നല്ലപോലെ നമ്മൾ തുണി വെച്ചൊന്ന് പതിയെ തുടയ്ക്കുക. കണ്ടോ അപ്പോൾ ആ ഒരു ഭാഗം ക്ലീനാക്കി. അപ്പോൾ ഇങ്ങനെ കംപ്ലീറ്റ് ഇനി WD-40 വെച്ചിട്ട് നമ്മളിത് മൊത്തം ക്ലീനാക്കാൻ പോകണം. ഓക്കെ, എന്നാലാണ് വണ്ടി ക്ലീൻ ആയിട്ടിരിക്കുകയുള്ളൂ, കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്കപ്പോൾ അത് ചെയ്യാം. ഗൈസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ RC നമ്മൾ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് ഡീപ്പായിട്ട് കുറച്ച് ഉള്ളിൽ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട പരിപാടിയാണ്. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ഓരോ സ്ക്രൂസ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് തോണ്ടിക്കളയും. പിന്നെ നമ്മളവിടെ WD-40 ഒക്കെ അടിച്ച് പിന്നെയും സെറ്റാക്കും. പക്ഷേ നിങ്ങളിപ്പോൾ ആദ്യം കണ്ട ഒരു കണ്ടീഷൻ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും RC കാർ എന്തോരം ക്ലീൻ ആണെന്ന്. ഓക്കെ, അപ്പോൾ മാക്സിമം RC കാർസ് ഉള്ളവരൊക്കെ ക്ലീൻ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കുറച്ച് നന്നായിട്ട് ഓടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ബാഷ് ചെയ്ത് നശിപ്പിച്ച് കളയാനും എല്ലാം ഭയങ്കര ഈസിയാണ്. പ്രത്യേക ടാലൻ്റ് ഒന്നും വേണ്ട. പക്ഷേ അത് ഓടിക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് അത് ക്ലീനാക്കി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്ന് നടക്കുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് RC കാർസിൻ്റെ മെയിൻ്റെനൻസ്. അപ്പോൾ ഒരു RC കാർ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ചെയ്യണം. ഈ പറഞ്ഞ പോലെ സസ്പെൻഷൻ നോക്കണം, ഗിയേഴ്സ് കാര്യങ്ങൾ നോക്കണം. പിന്നെ ഈ മോട്ടർ കത്തിപ്പോകാൻ ചാൻസ് കുറവാണ്. ESC ആണ് കത്തിപ്പോകാൻ കൂടുതൽ ചാൻസ്. സോ അതൊക്കെ ഇതിൽ RC കാർസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ്റെനൻസ്. RC കാർസിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ മെയിൻ്റെനൻസ് മാറിക്കൊണ്ടിരിക്കും, കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 1 lakh RC കാർസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ESC ഒക്കെ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 30,000-25,000 രൂപയൊക്കെ വരും അതിൽ. ഓക്കെ, അപ്പോൾ വണ്ടിയുടെ നിലവാരവും അതിൻ്റെ ബ്രാൻഡും അനുസരിച്ച് അതിൻ്റെ മെയിൻ്റെനൻസ് കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. ജസ്റ്റ് ഞാൻ ഈ വണ്ടി കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതെ ഇനിയും വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. നമ്മുടെ ഹെലികോപ്റ്റേഴ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ സെർവോ പോയി ഗൈസ്, ക്രാഷിൽ ഇതിൻ്റെ ഈ സെർവോ ഗിയേഴ്സ് പോയി. അപ്പോൾ അതെ ഈ ഗിയേഴ്സ് ഞാൻ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗിയേഴ്സ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് ഇതിനകത്ത് ഗിയറൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവനെ ഫ്ലൈ ചെയ്യണം. ഫസ്റ്റ് ഫ്ലൈയിൽ തന്നെ ക്രാഷ് ആയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗൈസ്, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ ഞാൻ ഇവനെ ഫുൾ സെറ്റ് ചെയ്ത് ഇവൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്ലീനാക്കി ഞാൻ ഇവിടെ മൂലക്ക് വെക്കും. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.